നമസ്കാരം. 2020 എന്ന സംഘടന ഇന്ന് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട്. എൻ്റെ അകത്ത് 4 ആൾക്കാരുടെ പേരുകൾ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്നു. 1 ലക്ഷ്മിപ്രിയ, 2 അഞ്ജലി നായർ, 3 വീണ നായർ, 4 റോണി കുര്യാക്കോസ്. ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ സിനി ആർട്ടിസ്റ്റാണ്, ബിഗ് ബോസ് താരങ്ങളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ യഥാർത്ഥത്തിൽ ഇലക്ഷൻ നിർത്തേണ്ടത്? സമൂഹത്തിൻ്റെ കാര്യങ്ങളും സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആൾക്കാരല്ലേ? 2020 അണികളില്ലാത്തതുകൊണ്ടാണോ? അതോ അതിൽ പ്രവർത്തിച്ച് മുന്നേറി വരാൻ പറ്റുന്ന നേതാക്കളില്ലാഞ്ഞിട്ടാണോ ഇവർ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് അതിൽ മത്സരിപ്പിക്കുന്നത്? ഞാനിപ്പോൾ ആലോചിക്കുന്ന അതിലെ പ്രവർത്തകരുടെ ഒരു മനസ്സാണ്. ഇത്രയും നാളും അവർക്ക് വേണ്ടി കൊടി പിടിച്ചും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത അവരെ വെറും മണ്ടന്മാരാക്കുകയും പൊട്ടന്മാരാക്കുകയും ചെയ്യുന്നൊരു നടപടിയല്ലേ ഇത്? അതുപോലെ തന്നെ ഇനിയൊരു ചോദ്യമുള്ളത്, ഈ പറയുന്ന 4 പേർക്കും എന്തെങ്കിലും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? സമൂഹത്തിനെ കുറിച്ച് അറിയാമോ? അവരുടെ ജീവിതത്തിലെല്ലാം അവരനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ അതല്ല സമൂഹം, അതല്ല പൊളിറ്റിക്സ്. എനിക്ക് അവരോടൊരു ചോദ്യമുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ കൊണ്ടുവരാൻ വരുന്ന വികസന പ്രവൃത്തികൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുമോ? സ്ക്രീനിൽ അഭിനയിക്കുന്ന പോലെ അല്ല നാട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ആൾക്കാരുണ്ട്. അവർക്കൊക്കെ സ്ഥാനങ്ങൾ കൊടുക്കുക. അവർക്കറിയാം നാടിൻ്റെ പൾസ്, നാടിന് എന്താണ് വേണ്ടതെന്ന് അവർക്കറിയാം. നമുക്ക് ചോദ്യം ചോദിക്കാനല്ലേ പറ്റൂ. അതുകൊണ്ട് ചോദിക്കുന്നു. താങ്ക് യു.